ഒടുക്കത്തെ പറ്റി പറയുമ്പോൾ തുടക്കത്തെ പറ്റിയും പറയണല്ലോ. സത്യം പറഞ്ഞ അതെവിടെയാണെന്ന് അറിയില്ല. ഞാനേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓർമ്മ വെച്ച കാലം തുടങ്ങിയിട്ടുള്ള ഓട്ട ഇതുവരെ നിന്നിട്ടില്ല. എന്നാലോ ദൂരൊട്ടും കുറഞ്ഞിട്ടില്ല. കുട്ടിയുടെ പേരെന്താ? മിനി. നിന്റെ അല്ല, ഈ കുട്ടിയുടെ. കാത്തേനി. ആരാ മനസ്സിലായില്ല. ഞാൻ തെക്കേടത്തിയ. ഒരാള് നമ്മളെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നമ്മളെ വേണ്ടാന്ന് തന്നെ. അവരെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാ നമുക്കത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്തത്. യു നൗ ഹാപ്പി? ബട്ട് ഞാൻ നോ ഹാപ്പി. എനിക്ക് കുറച്ച് സമയം താ. ഒരാളുടെ മനസ്സിന്റെ ദുഃഖം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പരിഹാരം. മാഡത്തിന്റെ ഹസ്ബൻഡ് പോലും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടാവില്ല. വരൂ മാഡം, പ്ലീസ്. ദാ നോക്കൂ, കണ്ടോ? ഇവിടെ പുതുതായിട്ട് വന്നതല്ലേ, ഒന്നും അറിയില്ല. നിനക്കറിയോ ഞങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ റോക്കി 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 എന്ന് പറയുന്നെന്ന്? ദാ നോക്ക്. ഇതൊക്കെ ഏതാനോന്നറിയാ ദമയന്തിക്ക്. ഇവിടുത്തെ പഴയ വലിയ പുള്ളികളാ. നിന്റെ ജീവപര്യന്തമൊക്കെ കഴിഞ്ഞോ? ഓ ഉവ്വ. അവൾക്ക് വേണമെങ്കിൽ എന്റെ സിനിമയിൽ നിന്ന് ഇറങ്ങിപ്പോവാം, പക്ഷേ പോകുന്നത് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നായിരിക്കും ഓർത്തോളണം. എന്നെ അറിയാലോ? വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? കാശിനൊക്കെ വലിയ ആക്രാന്താണല്ലേ. പണത്തിന്റെ മുകളിൽ കിടന്നുറങ്ങുന്ന കുട്ടിയെപ്പോലുള്ളവർക്കൊന്നും ഇതിന്റെ വില അറിയില്ല. രാവിലെ പത്രത്തിൽ വായിച്ചുള്ളൂ മഞ്ചേരിലൊരു കൊല നടന്നു. കൊല നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണണേ. എന്താ കണേട്ടാ, തലയിൽ എന്താ കൊലയാണോ? തലയിൽ മാത്രമല്ല. ഓ ഒന്നും ചോദിക്കണ്ടായിരുന്നു. ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാ അത് ചെയ്തിരിക്കും. ഈ ചെവിക്ക് ഏറിയ ഒരാഴ്ച, അത് കഴിഞ്ഞാലോ അത് അന്നേരം ആലോചിക്കാം. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളെ വിശ്രമിക്കാൻ വിടരുത്. ഇനിയും മുന്നോട്ട്, അത് മാത്രമായിരിക്കണം ലക്ഷ്യം. അപ്പൊ മുന്നോട്ട് പോയില്ലെങ്കിലോ? വക്കീല് തോറ്റുപോയാലോ? തോക്കുന്നതിനേക്കാളും ഭേദം ചത്തു തൊലയുന്നത്. അവൻ നിന്നെയൊക്കെ തീർന്നു. നീ അവനെ കൊണ്ടത് സാധിച്ചില്ലേ, ഞാൻ നിന്നെയൊക്കെ തീർന്നു. മക്കളുടെ 30 അടിയും തരത്തിന് ആരെയൊക്കെ വിളിക്കണമെന്ന് ചേട്ടായി ഒരു ലിസ്റ്റ് ഇട്ട് വെച്ചേക്കും. ഇവരെവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ തള്ളല്ലേ ഇവിടെ ആയിരുന്നോ ഞാൻ? ഇത് നിന്റെ വീടായിരുന്നോടാ മാസികർ? നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? ഉണ്ടായിരുന്നോടാ? നിന്റെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. എന്തിനാണ് നീ ഇടിച്ചത്? എനിക്ക് നന്നായിട്ട് വേദനിച്ചേട്ടാ. സാറല്ലേ ഇടിക്കാൻ പറഞ്ഞു. പിന്നെ ഉമ്മാരുടെ കൂടെ കൂടാനോ ഉമ്മാരെ കണ്ട് പഠിക്കാനോ ശ്രമിക്കരുത്. ജന്മം തളഞ്ഞു പോവും. ചോര കുടിക്കുമ്പോ കൊതുകിനെ ആരും തലോടി വിടാറില്ല. കൊതുകിനെ ഇല്ലാതാക്കാൻ ചതുപ്പില്ലാതാക്കുന്ന ഒരു പതിവുണ്ട്. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. വടക്കൻ കളരികളിൽ എണ്ണം പറഞ്ഞ് വെട്ടുന്ന പാരമ്പര്യമുണ്ടെന്നറിയാം. പക്ഷെ എൻ്റെ കളരിയിൽ വെട്ടിൻ്റെ എണ്ണമല്ല, ആഴമാണ് കണക്ക്. മേടയിൽ ആശാനോട് പറഞ്ഞേക്ക് സ്റ്റീഫനെ പേടിക്കണ്ടെന്ന്. നക്സലേറ്റ് നീ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. സാറേ, നമുക്കിവനെ അങ്ങ് തിരികെ കൊണ്ടുപോയാലോ? ഞാൻ വളർത്തിക്കോളാം. സാർ അവരോടൊന്ന് പറയൂ. ഈ നഞ്ചൻകോട്ടയിൽ വന്ന ഒരുത്തനും ആളായിട്ടില്ല. നീ ആളായാൽ അവൻ നഞ്ചൻകോട്ടയുടെ വെളിയിലെത്തില്ല. ഞാൻ ആളായി എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് പഴയ നഞ്ചൻകോട്ടയല്ല എന്നാണ്. ഏതായാലും നീ ഇപ്പൊ വലിയ നിലയിലെത്തിയല്ലോ. ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിട്ടാ. ഒരു ശക്തിക്ക് വേണ്ടി ലക്ഷ്യത്തിന് തടുക്കാനാവില്ല. നീ നോക്കൂ, നിന്നെ തോപ്പിച്ചിരിക്കും എന്റെ കൂട്ടുകാർക്ക് വേണ്ടി. അതുവരെ ഞങ്ങൾ കൂണൂല്ല, ഉറക്കൂല. തനിക്കവിടെ നല്ല കോളാണെന്ന് കേട്ടല്ലോ. എന്റെ ആരെയില്ല തന്നെ പറഞ്ഞുണ്ടാക്കുന്നേ. നല്ല പഴക്കമുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്. ആളെന്റെ കയ്യിൽ തന്നെയുണ്ട്.
ഞാൻ ആളെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. പക്ഷെ ആളിപ്പോ കുറച്ചു ലൂസാ. സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാ നിറം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ചെയ്യാവുന്നത് ഡെറിക് സാറിനെ കാണുമ്പോൾ നീറ്റായിട്ട് ഒരു സല്യൂട്ട് കൊടുക്കാൻ പറ്റും. ആ ബ്രില്യൻസിന് ദാ ഇങ്ങനെ. കഴിഞ്ഞ 6 വർഷങ്ങളായി ഞാൻ ചുമക്കുന്ന ഒരു ഭാരം ഇറക്കി വെക്കാൻ പോവാണ്. ഇനി നമ്മുടെ കഥ. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കുമെന്നറിയില്ല. ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ, ഇതങ്ങോട്ട് പിടിക്കുക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ല. എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തേക്കും പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിരം വാചകമല്ലേ കുട്ടി പറയാൻ പോണത്? പറ്റിക്കാൻ തുനിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ ആരെ വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും പറ്റിക്കാൻ കുട്ടി. ഇനി ഇവിടുന്ന് ആരകത്ത് കിടക്കണോ ആര് പുറത്ത് കിടക്കണോ എന്നൊക്കെ ഉള്ളതേ ഞാൻ തീരുമാനിക്കും. ചേച്ചി ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക. ചേച്ചിയുടെ ഒരു നാണം. ചേച്ചി